ഫാദർ അനിൽ ഫിലിപ്പ്, മുനീർ സാർ, ശ്രീ സുനിൽ പി ഇളയിടം, ഹെന്നി സുധീർ, ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്നത്തെ താരവും ഗ്രന്ഥകർത്താവുമായ ഉണ്ണി ബാലകൃഷ്ണൻ, നന്ദി പറയുന്ന മൂസൻ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹൃദയരും വായനക്കാരും, ഇത് വളരെ അപൂർവമായി ലഭിക്കുന്ന ഒരവസരമാണ്. ഒരു തൊഴിലിൽ വളരെയധികം ശബ്ദപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു വ്യക്തി തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയിലേക്കുള്ള വ്യതിയാനം, ഒരു ട്രാൻസിഷൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. പക്ഷേ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ഈ സാഹിത്യവും ജേർണലിസവും തമ്മിൽ വലിയ വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് കാണുകയില്ല. കാരണം ജേർണലിസത്തിൻ്റെ ഒരു നിർവചനം, ഒരുപക്ഷെ ഏറ്റവും ശരിയായ നിർവചനം, അത് ചരിത്രത്തിൻ്റെ ആദ്യ ഡ്രാഫ്റ്റാണെന്നാണ്, ആദ്യത്തെ നക്കൽ. അതാണ് ജേർണലിസമായി വരുന്നത്, പത്രപ്രവർത്തനമായി വരുന്നത്, മാധ്യമ പ്രവർത്തനമായി വരുന്നത്. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് വളരെ സ്വാഭാവികമായ ഒരു പരിണാമമാണ്. ഒരു ജേർണലിസ്റ്റിൽ നിന്ന് സാഹിത്യത്തിലേക്ക് വരിക. ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള മറ്റ് ജേർണലിസ്റ്റുകളുണ്ട്. ഞാൻ ഇന്ത്യയിൽ തന്നെ പറയുകയാണെങ്കിൽ NDTVയുടെ CEO ആയിരുന്ന വിക്രം ചന്ദ്ര ഒരു നോവൽ എഴുതിയാണ്. നോവൽ എഴുതിയാൽ മാത്രമല്ല, വളരെ പ്രശസ്തി നേടുകയും ചെയ്തു. സീക്രട്ട് ഗെയിംസ് എന്ന് പറഞ്ഞു. പിന്നീട് അത് TV സീരിയലാക്കിയാണ്. ഇതുപോലെ പല ജേർണലിസ്റ്റുകൾ ഇന്ത്യയിലും വിദേശത്തുമൊക്കെയായി പല പത്രപ്രവർത്തകരും സാഹിത്യരംഗത്ത് വരികയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഈ നോവലിനെ വ്യത്യസ്തമാക്കുന്നത് അവരെല്ലാം അവരുടെ പത്രപ്രവർത്തക ജീവിതത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ആഖ്യാനത്തെ അല്ലെങ്കിൽ ഫിക്ഷനെ കണ്ടത്. ഇത് ഉണ്ണി ചെയ്യുന്നത് മലയാളത്തിലെ സാഹിത്യ പാരമ്പര്യത്തിലേക്ക് ചുവട് മാറുകയാണ്. അതൊരു വലിയ വ്യതിയാനമാണ്. അത് വളരെ അഭിനന്ദനം അറിയിക്കുന്ന ഒരു വ്യതിയാനമാണ്. ഈ നോവൽ ഞാൻ സശബ്ദം വായിച്ചു. ഇത് വളരെ സന്തോഷമുള്ള നോവലാണ്. ഒരുപക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഏറ്റവും നല്ല മലയാളം കേരളത്തിൽ എവിടെയെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഓണാട്ടുകര താലൂക്കിലായിരിക്കും. അത് ഓണാട്ടുകരയുടെ മലയാളം, ഈ നോവൽ അതിൻ്റെ സംഭാഷണ ശൈലി വളരെ വിരളമായിട്ടേ നമ്മൾ കാണാറുള്ളൂ. സിനിമയിൽ തന്നെ അത് ഈ മലയാളത്തിൻ്റെ സംശുദ്ധി ഈ നോവലിലേക്ക് ആവഹിക്കാൻ എനിക്ക് സാധ്യമായിട്ടുണ്ട്. ആ താലൂക്കിൻ്റെ പ്രത്യേകതകളും അവിടെ നിന്ന് ചരിത്രത്തിലേക്കുള്ള പലതരത്തിലുള്ള പ്രയാണങ്ങളും ഈ ആഖ്യാനത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്നതാണ്. ഈ നോവൽ തുടങ്ങുന്നത് തന്നെ ഒരു വലിയ പടിയോളം നിർമ്മിക്കുന്ന ഒരു രംഗത്തോടെയാണ്. ഇത്തരത്തിലുള്ള പല മുഹൂർത്തങ്ങൾ, നേരങ്ങൾ ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷിൽ നാം പറയുന്നൊരു ഫ്രേസുണ്ട്, ഐ ഹാഡ് എ മോമെൻറ്റ്. ഇങ്ങനെ പല മോമെൻറ്റുകൾ മരത്തിൻ്റെ മുകളിൽ കുളിവയ്ക്കുന്ന നേരം, അത് തൊട്ട് പരന്തരീസുകാർ വീഞ്ഞു കുടിക്കുന്നതും കപ്പൽ തിരമുറിക്കുന്നതുമായി പല പല നേരങ്ങളുടെയും ശൃംഖല ആയിട്ടാണ് ഈ നോവൽ മുന്നേറുന്നത്. അതായത് രേഖീയമായ ആഖ്യാന തലത്തെ ഉപേക്ഷിച്ച് ആധുനിക നോവലിൻ്റെ അല്ലെങ്കിൽ ആധുനിക സിനിമയുടെ ആധുനിക ആഖ്യാന തന്ത്രത്തിൻ്റെ ഒരു ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം സർവവും
ഒരേ നിമിഷത്തിൽ അനുഭവിക്കേണ്ട ഒരു സമുച്ചയമായി കണ്ടുകൊണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ ഈ നോവലിലൂടെ അവതരിപ്പിക്കുക. അതും ഒരു ആദ്യ പ്രസിദ്ധീകരിച്ച കൃതി എന്ന നിലയിൽ അത്ഭുതാപഹമായിട്ടുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ ഊർജം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ആധുനിക നോവലിൻ്റെ തന്നെ നിർവചനം നമുക്കറിയാവുന്ന സാധനങ്ങളെല്ലാം ഇടാവുന്ന ഒരു ബിഗ് ഷോപ്പർ സഞ്ചിയായിട്ടാണ് അത് കാണുന്നത്. അപ്പോൾ ഇതിലും ഈ നോവലിലും പല രീതിയിലുള്ള പലതരത്തിലുള്ള ചരിത്രങ്ങൾ, ഇപ്പം തിരുവട്ടാറിലുള്ള ഒരു തങ്കച്ചിയുടെ ചരിത്രം തൊട്ട് ആറന്മുളയുടെ ആശാരിമാരുടെയും മാടമ്യന്മാരായ കൈമന്മാരുടെയും അങ്ങനെ പല രീതിയിലുള്ള ചരിത്ര ശകലങ്ങളെല്ലാം കൂടി ഒരു ബിഗ് ഷോപ്പർ ബാഗിലിടുക എന്ന ആധുനിക നോവൽ തന്ത്രമെന്ന് ഞാൻ വിളിക്കില്ല. ആധുനിക നോവലിൻ്റെ സ്വഭാവം ഈ നോവലിൽ വളരെ വ്യക്തമായിട്ട് കാണാം. അത് തികച്ചും ഇതൊരു സാഹിത്യപരമായിട്ടുള്ള ചുവടുവയ്പ്പായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ എല്ലാ രീതിയിലുള്ള അഭിനന്ദനവും അറിയിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്നുകൂടി അഭിനന്ദിച്ചു പ്രസംഗിക്കുന്നു. നന്ദി, നമസ്കാരം.